ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനും SITയുടെ നോട്ടീസ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി കടത്തിയതിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം അന്വേഷണ സംഘം നാളെ വീണ്ടും ശബരിമല സന്നിധാനത്ത് എത്തും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സാമ്പിളുകൾ ശേഖരിക്കാനാണ് SIT സന്നിധാനത്തെത്തുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, SITയുടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണോ? പ്രശാന്തിനടക്കം ചോദ്യം ചെയ്യുന്ന ഹാജരാകാനുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം SITയുടെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് SITയുടെ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതിലാണിപ്പോൾ നിർണായക നടപടിയിലേക്ക് SIT സംഘം കടക്കുന്നത്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PS പ്രശാന്ത്, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് ഇവർക്ക് നൽകിയിരിക്കുകയാണ്. അതായത് പ്രധാനമായും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുൻപാകെ SIT സംഘത്തിന് മുൻപാകെ ഇരുവരും ഹാജരാകണമെന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് മറ്റ് നടപടികൾ ഇപ്പോൾ SIT സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ശബരിമലയിലേക്ക് എത്താൻ കൂടി SIT സംഘം ഒരുങ്ങുകയാണ്. അതായത് ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ശബരിമലയിലേക്ക് SIT സംഘം എത്തുന്നത്. അവിടെ നിന്നും സ്വർണം കൊണ്ടുപോയിട്ട് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പിളുകൾ ശേഖരിച്ച് പുതിയ അന്വേഷണ തലത്തിലേക്ക് നീങ്ങാനാണ് SIT സംഘം ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഹൈക്കോടതിയുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ ആരുടെ അനുവാദ പ്രകാരമാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്. അതിന് അനുവാദം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഒപ്പം തന്നെ ബോർഡ് അംഗമായ അജികുമാറും നൽകിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഇടപെടൽ, ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുമാണ് ഇപ്പോൾ SIT സംഘം ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് SIT സംഘം വീണ്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും ഒപ്പം തന്നെ ബോർഡ് അംഗം അജികുമാറിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉടനടി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ്. എന്തായാലും അതിൽ എങ്ങനെയായിരിക്കും ഇനി ഇരുവരും പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുമാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു അമ്പലത്തിൽ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടന്നത് SIT അന്വേഷിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ SIT സംഘത്തിന് നേരെ ഉയർന്നിരുന്നു. ഈ അന്വേഷണം പാതി വഴിയിൽ വഴിമുട്ടി നിൽക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനായി, വിവരങ്ങൾ ശേഖരിക്കാനായി വീണ്ടും SIT സംഘം വിളിപ്പിക്കുന്നത്. മുൻപ് പലതവണ ഇവരെ മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും കാര്യമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭ്യമായിരുന്നില്ല. പിന്നീട് നടന്ന പല ചോദ്യം ചെയ്യലുകളുടെയും മൊഴിയെടുക്കലിന്റെയും അടിസ്ഥാനത്തിൽ അവരിൽ നിന്നടക്കം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കുരുക്കുമുറുകുന്ന രീതിയിൽ വീണ്ടും SIT സംഘത്തിന് മുൻപാകെ എത്താനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. KP തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും ഒപ്പം തന്നെ ബോർഡ് അംഗമായിരുന്ന അജികുമാറിനുമാണ് SIT നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യുന്ന ഹാജരാകണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് SIT നൽകിയിരിക്കുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.